ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖല എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിക്കാം. ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, കിഴക്കൻ മലനിരകൾ. തിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായ മലനിരകളാണ് ട്രാൻസ് ഹിമാലയം. ജമ്മു കാശ്മീരിൻ്റെ വടക്ക് കിഴക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ഹിമാദ്രിക്ക് വടക്കായി സസ്കർ പർവ്വതനിരയ്ക്ക് സമാന്തരമായാണ് ട്രാൻസ് ഹിമാലയം നിലകൊള്ളുന്നത്. കാറക്കോറം, ലഡാക്ക്, സസ്കർ, ഹിന്ദുക്കുഷ്, കൈലാസം എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന മേഖല ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീരും ലഡാക്കും. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് കാറക്കോറം. സംസ്കൃത കൃതികളിൽ കൃഷ്ണഗിരി എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് കാറക്കോറം. അഫ്ഗാനിസ്ഥാനും ചൈനയുമായും ഇന്ത്യക്ക് അതിർത്തി രൂപപ്പെടുത്തുന്ന പർവ്വതനിരയാണ് കാറക്കോറം. ഇന്ത്യക്കും തുർക്കിമിനിസ്ഥാനും ഇടയിൽ വാട്ടർ ഷെഡായി പ്രവർത്തിക്കുന്ന മലനിരകളാണ് കാറക്കോറം. ഇന്നിര കോൾ സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം പർവ്വതനിരയിലാണ്. ബാൽത്തോറ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം മലനിരകളിലാണ്. കാറക്കോറത്തിന് തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പീർ പാഞ്ചൽ. കാറക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി. കാറക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. കാറക്കോറത്തെക്കുറിച്ച് പരാമർശിക്കുന്ന റുട്യാർഡ് കിപ്ലിങ്ങിന്റെ നോവലാണ് കിം. ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. മൂന്നാം ധ്രുവം എന്ന പേരിൽ അറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപാഡ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് സിയാച്ചിനിൽ. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന ലോകത്തിലെ ഉയരമേറിയ യുദ്ധക്കളം സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിനിലാണ്. സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത് 1984. ഓപ്പറേഷൻ മേഘദൂത് സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ന്യൂബ്ര. ന്യൂബ്രയുടെ പതനസ്ഥാനം ഷ്യോക്ക് നദിയിലാണ്. സിന്ധുവിന്റെ പോഷക നദിയാണ് ഷ്യോക്ക്. റിവർ ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന നദി ഷ്യോക്ക്. സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം 2004. സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ് 2018 മെയ് 10. സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് 2005 ജൂൺ 12. സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2014. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു. ദാപ്സാങ് എന്നറിയപ്പെടുന്ന പർവ്വതനിര മൗണ്ട് കേട്ടു. മൗണ്ട് കേട്ടു പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കേട്ടുവിന്റെ ഉയരം 8611 മീറ്റർ ആണ്. മൗണ്ട് കേട്ടുവിന്റെ ഉയരം 8611 മീറ്റർ ആണ്. മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാറക്കോറം. കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായ തിബറ്റിലാണ് കൈലാസ പർവ്വതനിരകൾ കാണപ്പെടുന്നത്. കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായാണ് തിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ കാണപ്പെടുന്നത്. ടിബറ്റൻ ഭാഷയിൽ കൈലാസം അറിയപ്പെടുന്നത് കാങ് റിംബോച്ചെ എന്നാണ്. ചുരങ്ങളുടെ നാട്, ലിറ്റിൽ ടിബറ്റ്, ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്ക്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് ദ്രാസ് ലഡാക്ക്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ദ്രാസ് ആണ്. ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്കു പടിഞ്ഞാറ് തെക്കു കിഴക്ക് ദിശയിലാണ് ഹിമാലയൻ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. സമാന്തരങ്ങളായ 3 പർവ്വതനിരകൾ ചേർന്ന് ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ കമാന ആകൃതിയിൽ കാണപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം.
കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നു. കാശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തരപർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം 150 കിലോമീറ്റർ ആണ്. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയം. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെഥിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വതനിര ഹിമാലയം. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ. ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. ഹിമാലയം എത്ര സംസ്ഥാനങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്നു? 11. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുന്നു. സംസ്കൃതത്തിൽ ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വീട്. മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് അരക്കൻ യോമ. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ് ഹിമാലയം. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ. 2000 മീറ്ററിന് മുകളിൽ ഉയരത്തിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. ഹിമാലയ പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നദീ താഴ്വരകളെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 4 ആയിട്ട് തിരിക്കാം. ഇങ്ങനെ തിരിച്ചത് സർ സിഡ്നി ബർണാർഡാണ്. പഞ്ചാബ് ഹിമാലയം സിന്ധുവിനും സത്ലജിനും ഇടയ്ക്ക് 500 കിലോമീറ്റർ. കുമയൂൺ ഹിമാലയം സത്ലജിനും കാളിക്കും ഇടയ്ക്ക് 320 കിലോമീറ്റർ. നേപ്പാൾ ഹിമാലയം കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയ്ക്ക് 800 കിലോമീറ്റർ. അസം ഹിമാലയം ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്ക് 750 കിലോമീറ്റർ. അപ്പം നദീ താഴ്വരകളെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 4 ആയി തരംതിരിച്ച വ്യക്തിയാണ് സർ സിഡ്നി ബർണാർഡ്.